Good morning. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡ്യുവലിസം ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഡ്യുവലിസം നോക്കാം. പ്രൊഫസർ മിന്റ് has developed the theory of financial dualism. Financial dualism refers to the coexistence of different interest rate between the organized and unorganized money market in the low developed countries. അതായത് ഈ തിയറി ഓഫ് ഫിനാൻഷ്യൽ ഡ്യുവലിസം ഡെവലപ്പ് ചെയ്തത് പ്രൊഫസർ മിന്റ് ആണ്. ഫിനാൻഷ്യൽ ഡ്യുവലിസം എന്ന് പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് ലോ ഡെവലപ്ഡ് കൺട്രീസിലെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കോ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് ഫിനാൻഷ്യൽ ഡ്യുവലിസം പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻ ദി ട്രഡീഷണൽ സെക്ടർ ഈസ് മച്ച് ഹയർ ദാൻ ദി റേറ്റ് ഇൻ ദി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻ ദി മോഡേൺ സെക്ടർ. അതായത് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സെക്ടറിലെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, അതായത് മോഡേൺ സെക്ടറിലെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ്സിനേക്കാളും വളരെ ഉയർന്നതാണ്, ഹയർ ആണെന്നാണ് പറയുന്നത്. അതായത് ട്രഡീഷണൽ സെക്ടറിൽ അപ്പോൾ എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ദ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ദി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെൻഡേഴ്സ് സച്ച് ആസ് ദി വില്ലേജ് മണി ലെൻഡേഴ്സ്, ലാൻഡ് ലോഡ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, ട്രേഡേഴ്സ് ഓർ ദി കോമ്പിനേഷൻ ഓഫ് സം ഓഫ് ദം. ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെൻഡേഴ്സ് ആണ്. അതായത് വില്ലേജ് മണി ലെൻഡേഴ്സ്, ലാൻഡ് ലോഡ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, ട്രേഡേഴ്സ്, അതുപോലെ ഇതിന്റെ കോമ്പിനേഷൻ ഓഫ് സം ഓഫ് ദം. They charge very higher interest rates on loans. ഇവർ ചാർജ് ചെയ്യുന്നത് എന്താണ്? ലോൺസിന്റെ മേലെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് ചാർജ് ചെയ്യുന്നത്. The main reason is that there is a real shortage of saving in the traditional sector and substantial amount of saving is hoarded in gold and jewelry. ഇതിനുള്ള ഒരു മെയിൻ റീസൺ, അതായത് ലോൺസിന്റെ ഒക്കെ മേലെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ചാർജ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ സെക്ടറിലെ റിയൽ ഷോർട്ടേജ് ഓഫ് സേവിങ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് സേവിങ്സും എന്തിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്? ഗോൾഡിലും ജ്വല്ലറിയിലും ഒക്കെ എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഈവൻ ദോ റിസ്ക് ആൻഡ് കോസ്റ്റ് ഓഫ് ലെൻഡിങ് മണി ടു എ ലാർജ് നമ്പർ ഓഫ് സ്മാൾ ബോറോസ് ആർ വെരി ഹൈ. അതായത് ലാർജ് നമ്പർ ഓഫ് സ്മാൾ ബോറോവേഴ്സിന് എന്താണ് ഈ ലെൻഡിങ് മണിയിലുള്ള കോസ്റ്റും റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. there are other contributory factors arising from imperfection in this unorganized money market. The village shopkeepers, landlords, money lenders and traders occupy strategic position in the village economy and create monopoly power over the peasants. അതായത് പിന്നെ പറയാണ് അതർ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ ഇൻപെർഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഷോപ്പ് കീപ്പേഴ്സ്, ലാൻഡ് ലോഡ്സ്, മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വില്ലേജ് ഇക്കോണമിയിൽ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നു? പെസൻസിന്റെ മേലൊരു മൊണോപ്പൊളി പവർ ക്രിയേറ്റ് ചെയ്യുന്നു. ദീസ് അറൈസ് ബിക്കോസ് ഓഫ് പേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ ഡീലിംഗ്സ് വിത്ത് ബോറോവേഴ്സ്, ഫ്ലെക്സിബിലിറ്റി ഇൻ ലോൺ ട്രാൻസാക്ഷൻ ആൻഡ് ബ്ലെൻഡിംഗ് ഓഫ് മണി ലെൻഡിംഗ് വിത്ത് അതർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അതായത് ഇത് എന്തിലേക്ക് കാരണമാവുന്നുണ്ട്? പേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ ഡീലിംഗ്സ് വിത്ത് ബോറോവേഴ്സ്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇൻ ലോൺ ട്രാൻസാക്ഷൻ ആൻഡ് ബ്ലെൻഡിംഗ് ഓഫ് മണി ലെൻഡിംഗ് വിത്ത് അതർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, ഏതൊക്കെ? സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. The high rates of interest which the peasants have to pay are not only formal interest charge but also a considerable part concealed charges obtained through manipulating the price of the commodities which the peasants buy or sell. Concealed charges may take the form of very high prices for goods on credit terms at the local shop or the obligation to repay the landlord the loans advanced with a സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ദി ക്രോപ്പ് അറ്റ് ഹാർവസ്റ്റ്. അതായത് പെസൻസിന് എന്ന് പറയുന്ന പേ ചെയ്യേണ്ടി വരുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. അതെന്ന് പറയുന്നത് ഫോർമൽ ഇൻട്രസ്റ്റ് റേറ്റ്സിനേക്കാളും കൂടുതലായിട്ടായിരിക്കും പെസൻസ് പേ ചെയ്യേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യണ്ടേ? ഈ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സിന്റെയും കമ്മോഡിറ്റീസിന്റെ മേലൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊരു കൺസീൽഡ് പ്രൈസ് ചാർജ് ചെയ്യണം. അതായത് എന്താ, നിലവിലുള്ള പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസ് അവർ ചാർജ് ചെയ്യും. അങ്ങനെ അവരെന്ത് ചെയ്യുന്നത്? ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് പേ ചെയ്യുന്നത്. ഇനി അവർക്ക് എന്താണ് റീപേ ചെയ്യാൻ എന്തെങ്കിലും ഒബ്ലിഗേഷൻ വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? ഹാർവെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടില്ലേ, അത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോണ് റീപേ ചെയ്യുമെന്ന് പറയാം. On the other hand, in the organized money market of the LDCs, the
ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ലോ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആർ അബോണ്ടന്റ്. അതായത് ഈ ലോ ഡെവലപ്ഡ് കൺട്രീസിലെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് ലോ ആണ്, അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അബുണ്ടന്റ് ആണ്. The organized money market consists of the commercial banks and other financial institutions which lend short-term credit at low interest rate to the modern business sector, consisting of the big foreign-owned enterprises in the export industries, the government and the large-scale modern manufacturing enterprises. അതായത് ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കും ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ബിസിനസ് സെക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് ഏതൊക്കെ ബിഗ് ഫോറിൻ ഓൺഡ് എന്റർപ്രൈസസ് ഇൻ ദി എക്സ്പോർട്ട് ഇൻഡസ്ട്രീസ്, ഗവൺമെന്റ് ആൻഡ് ലാർജ് സ്കെയിൽ മോഡേൺ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ എന്ത് ഷോർട്ട് ടേം ക്രെഡിറ്റ് ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് മിന്റ് പോയിന്റ്സ് ടുവേർഡ്സ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓൾഡ് ഫിനാൻഷ്യൽ ഡ്യൂലിസം വിച്ച് existed in the open economy of the colonial period and the new financial dualism which now exists in the closed economy of the LDCs following ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി. അവിടെ മിന്റ് പോയിന്റ് ചെയ്യുന്ന എന്താണ്, രണ്ട് അതായത് ഓൾഡ് ഫിനാൻഷ്യൽ ഡ്യൂലിസം തമ്മിലുള്ള അതുപോലെ തന്നെ ന്യൂ ഫിനാൻഷ്യൽ ഡ്യൂലിസം തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസിയെ കുറിച്ചും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ ദി കൊളോണിയൽ സിസ്റ്റം ദ കറൻസി സിസ്റ്റം വാസ് ഓട്ടോമാറ്റിക് ആൻഡ് എൻഷുർഡ് പ്രീ കൺവേർട്ടബിലിറ്റി അറ്റ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്സ്. അതായത് കൊളോണിയൽ സിസ്റ്റത്തിൽ എന്താണ്, കറൻസി സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഫ്രീ കൺവേർട്ടബിലിറ്റി ആയിരുന്നു ഇതിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്സിൽ. കോൺസിക്വന്റ്ലി ദർ വാസ് നോ ഷോർട്ടേജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് നോ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം. അവിടെ എന്തില്ല, ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്തായാലും ഷോർട്ടേജ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ദ പ്രസന്റ് LDCs ആർ ഫേസ്ഡ് വിത്ത് ക്രോണിക് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ്. പക്ഷെ എന്താണ്, പ്രസന്റിൽ ഈ ലോ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ക്രോണിക് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ് ഒക്കെ. ആസ് എ റിസൾട്ട് സ്മാൾ ബിസിനസ് യൂണിറ്റ്സ് സച്ച് ആസ് peasants, small traders, handicraft producers, etc. in the traditional sector have to face not only high interest rates but also inaccessibility to foreign exchange and imports. അതായത് ട്രഡീഷണൽ സെക്ടറിലെ ഈ ഒരു എന്താ പറയുക സ്മാൾ ബിസിനസ് യൂണിറ്റ്സ്, അതായത് ഈ പെസൻസ്, സ്മാൾ ട്രേഡേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്താണ്, അവർ എന്ത് മാത്രമല്ല ഫേസ് ചെയ്തത്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് മാത്രമല്ല ഫേസ് ചെയ്തത്, അവർ എന്തും കൂടി ഫേസ് ചെയ്തു, ഇൻ ആക്സസബിലിറ്റി ടു ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഇമ്പോർട്ട്സും കൂടി അവർ ഫേസ് ചെയ്തു. ഇനി അതിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർ ദി കൊളോണിയൽ സിസ്റ്റം ദ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഓഫ് ദി LDCs കൺസിസ്റ്റഡ് ഓഫ് ദി ബ്രാഞ്ചസ് ഓഫ് വെസ്റ്റേൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് which were linked with the international financial market. അതായത് അണ്ടർ ദി കൊളോണിയൽ സിസ്റ്റത്തിൽ എന്താണ്, ലോ ഡെവലപ്ഡ് കൺട്രീസിലെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ വെസ്റ്റേൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ബ്രാഞ്ചസ് ആണ്. അത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ദ മോഡേൺ സെക്ടർ ഇൻ ദി കൊളോണിയൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദി മൈൻസ്, പ്ലാന്റേഷൻ ആൻഡ് foreign trading enterprises would borrow at low interest rate both from the commercial banks and from the world capital market. അതായത് ഈ കൊളോണിയൽ സിസ്റ്റത്തിൽ മോഡേൺ സെക്ടറിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് മൈൻസ്, പ്ലാന്റേഷൻ ആൻഡ് ഫോറിൻ ട്രേഡിംഗ് എന്റർപ്രൈസസ് ആണ്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ബോറോ ചെയ്യുന്നു. മോണിറ്ററി ഇൻഡിപെൻഡൻസ് വിത്ത് അതായത് വഡ്ഡി present LDCs have attained monetary independence with the establishment of their own central banks. അതായത് അവരെ ഒരു എന്താ പറയുക മോണിറ്ററി ഇൻഡിപെൻഡൻസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെന്ത് ദയർ ഓൺ സെൻട്രൽ ബാങ്ക്സ് ഒക്കെ അവരെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ആൻഡ് ഹാവ് റെസ്ട്രിക്റ്റഡ് പ്രോഫിറ്റ് റെമിറ്റൻസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ബൈ ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ അവർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾസും പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് റെമിറ്റൻസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. As a result, the organized money market of the LDCs have been separated from the world capital market. അപ്പോൾ എന്ത് സംഭവിച്ചു, ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വേൾഡ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. They have been following cheap money policy. അവരെന്ത് ഫോളോ ചെയ്തു, ചീപ്പ് മണി പോളിസിയാണ് ഫോളോ ചെയ്തത്. ദിസ് ഹാസ് ലെഡ് ടു ദി പാരഡോക്സൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദി സെൻട്രൽ ബാങ്ക്സ് ഇൻ ദി
capital scarce LDC are maintaining low interest rates than those prevailing in the capital rich developed countries, thereby overvaluating their exchange rates. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ സ്കേർട്സ് ആയിട്ടുള്ള LDCSലെ സെൻട്രൽ ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ റിച്ച് ഡെവലപ്ഡ് കൺട്രീസിനെക്കാട്ടിലും എന്താണ് കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്ത് ഓവർ വാല്യുവേറ്റിംഗ് അവരുടെ എക്സ്ചേഞ്ച് റേറ്റ്സിൽ. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡീവാലുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കറൻസീസിലും അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫർദർ the LDCs are faced with inflationary pressures, declining foreign exchange reserves and balance of payment pressures. അവർ എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, ഡിക്ലൈനിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രഷേഴ്സ് ഒക്കെ അവർ ഫേസ് ചെയ്തു. Thus there is a chronic excess demand for an exchange അറ്റ് ഓവർ വാല്യൂഡ് എക്സ്ചേഞ്ച്. അവർ എന്ത് ചെയ്തു, ഓവർ വാല്യൂഡ് എക്സ്ചേഞ്ച് റേറ്റ്സിൽ അവർ എന്ത് ചെയ്യുന്നു, ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തു, ഒരു ക്രോണിക് എക്സസ് ഡിമാൻഡ് ഉണ്ടാക്കി. To overcome this, they have concentrated on foreign exchange and import control and on monetary and physical measures and direct control. ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഇമ്പോർട്ട് കൺട്രോൾ, അതുപോലെ തന്നെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ മെഷേഴ്സ് ആൻഡ് ഡയറക്റ്റ് കൺട്രോൾസിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. This had led to aggravation of the economic dualism between the ട്രഡീഷണൽ സെക്ടർ ആൻഡ് ദി മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇത് എന്തിന് കാരണമായി, അഗ്രവേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് ഡുവലിസം ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ, ട്രഡീഷണൽ സെക്ടർ അതുപോലെ തന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറും. ദീസ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഹാവ് ടെൻഡ് ടു ഫേവർ ദി മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ആസ് എഗെയിൻസ്റ്റ് ട്രഡീഷണൽ സെക്ടർ. ഈ ഒരു ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഒക്കെ ഫേവർ ചെയ്തത് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ്, പക്ഷേ ഈ ട്രഡീഷണൽ സെക്ടറിന് എന്തായിരുന്നു, എഗെയിൻസ്റ്റ് ആയിരുന്നു. ദ ചീപ്പ് മണി പോളിസി ബൈ മെയിൻറ്റെയിൻ ആൻഡ് ആർട്ടിഫിഷ്യലി ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹാസ് മെയ്ഡ് ക്രെഡിറ്റ് അവൈലബിൾ ടു ലാർജ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് അറ്റ് ഫേവറബിൾ ടൈം. അതായത് ഈ ചീപ്പ് മണി പോളിസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആയിരുന്നു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്രെഡിറ്റ് എന്ത് ചെയ്തു, ലാർജ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ആൻഡ് ഫേവറബിൾ ടേംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് അവൈലബിൾ ചെയ്തിട്ടുണ്ട്. ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹാവ് ഡിസ്കറേജ്ഡ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഫ്രം അബ്രോഡ് ആൻഡ് സേവിങ്സ് ഫ്രം വിത്തിൻ ദി കൺട്രി. ഇതെന്ത്, ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിസ്കറേജ് ചെയ്യുന്ന ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഫ്രം അബ്രോഡ് ആൻഡ് സേവിങ്സ് ഫ്രം വിത്തിൻ ദി കൺട്രി, ബട്ട് ഹാവ് ക്രിയേറ്റഡ് ആൻ എക്സസ് ഡിമാൻഡ് ഫോർ, ഇത് എന്ത് ക്രിയേറ്റ് ചെയ്തു, എക്സസ് ഡിമാൻഡ് ഫോർ ലോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബൾക്ക് ഓഫ് ഡൊമസ്റ്റിക് സേവിങ്സ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹാവ് ഫ്ലോഡ് ടു മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഈ ബൾക്ക് ഓഫ് ഡൊമസ്റ്റിക് സേവിങ്സ്, അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഈ ബൾക്ക് ഓഫ് ഡൊമസ്റ്റിക് സേവിങ്സ് ഒക്കെ എന്ത് ചെയ്തു, മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഫ്ലോഡ് ചെയ്തു. ദിസ് ഹാസ് റെഡ്യൂസ്ഡ് ദി സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ടു ദി ട്രഡീഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ്. ഇതെന്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ട്രഡീഷണൽ സ്മാൾ ഇൻഡസ്ട്രിയിലേക്കുള്ള സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഒക്കെ എന്ത് റെഡ്യൂസ് ചെയ്തു. ആൻഡ് ദി അഗ്രികൾച്ചർ റേറ്റ്സ് വിത്ത് ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് ഗെറ്റ് ചെയ്തത്. ഫർദർ ദ ഇമ്പോസിഷൻ ഓഫ് കൺട്രോൾ on foreign exchange and imports to concentrate the adverse of balance of payments have benefited the modern industrial sector as against the traditional sector. അതായത് ഈ ഒരു ഇമ്പോസിഷൻ ഓഫ് കൺട്രോൾസ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിലും ഇമ്പോർട്ട്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പോസിഷൻ ഒക്കെ എന്ത് ചെയ്യും, ഇമ്പോസിഷൻ കൺട്രോൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത് ആർക്കാണ്, മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിനും അതുപോലെ തന്നെ ട്രഡീഷണൽ സെക്ടറിന് ഇത് ദോഷകരമായിട്ടാണ്, എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിന്നത്. The modern sector is usually allocated the major portion of the available foreign exchange and manufacturing industries are encouraged to adopt highly capital intensive method of production because the imported capital goods are obtained cheaply at the overvalued exchange rates. അതായത് ഇവിടെ പറഞ്ഞ ഈ മോഡേൺ സെക്ടർ ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അതായത് മേജർ പോർഷൻ ഓഫ് ദി അവൈലബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് അവർ എന്ത് ചെയ്തത്, അവർ മേജർ പാർട്ടും അലോക്കേറ്റ് ചെയ്തത്. ഇത് എന്തിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, അവർ ഹൈലി ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഓവർ വാല്യൂഡ് എക്സ്ചേഞ്ച് റേറ്റ്സിൽ
ചീപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇമ്പോർട്ടഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. ഇതാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ദസ് ദർ ഈസ് എ സ്ട്രോങ് ഇൻസെന്റീവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ ഇമ്പോർട്ടഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ ഡൊമസ്റ്റിക് ലേബേഴ്സ്. അതായത് ഇതെന്തിനു സാധിച്ചു, ഡൊമസ്റ്റിക് ലേബറുമായിട്ട് എന്താണ് ഇമ്പോർട്ടഡ് ക്യാപിറ്റൽ ഗുഡ്സ് ചീപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ദ അഗ്രികൾച്ചർ ആൻഡ് സ്മാൾ സ്കെയിൽ സെക്ടേഴ്സ് suffers from foreign exchange and import controls on 2 counts. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, 2 കൺട്രോൾസ് എന്നതാക്കി. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് they get imported consumer goods at high prices, and second they fail to obtain the foreign exchange and imported permit easily because of red tapeism and corruption prevailing in the LDS. ഒന്ന് പറയുന്നത് എന്തായിരുന്നു, ഇമ്പോർട്ടഡ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഹൈ പ്രൈസസ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചും ഇമ്പോർട്ടന്റ് പെർമിറ്റ്സും ഈസിലി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ അവർ ഫെയിൽ ചെയ്തു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് റെഡ് ടാപ്പിസം, അതുപോലെ തന്നെ കറപ്ഷൻ പ്രിവൈലിംഗ് ഇൻ ദി LDS, അതായത് ലോ ഡെവലപ്ഡ് കൺട്രീസിൽ നിലനിന്നിരുന്ന എന്താണ്, കറപ്ഷനും ആയിരുന്നു എന്ന് പറയാം. The traditional sector also suffered because the government expenditure on public service favor the urban centers as against the rival areas. അതായത് ഈ ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് സർവീസ് ഫേവർ ആയിട്ടുള്ളത് ആർക്ക് മാത്രമായിരുന്നു, അർബൻ സെന്റേഴ്സിനായിരുന്നു. പക്ഷെ റൈവൽ ഏരിയസിന് അത് എന്താണ് എഗെയിൻസ്റ്റ് ആയിരുന്നു. പബ്ലിക് സർവീസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ ആർ അവൈലബിൾ മോർ റാപ്പിഡ്ലി ആൻഡ് അറ്റ് ഫേവറബിൾ ടേംസ് ടു ദി മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ദാൻ ടു ദി ട്രഡീഷണൽ. അതായത് ഈ ഒരു എന്താ പറയാ പബ്ലിക് സർവീസ്, അതായത് പബ്ലിക് സർവീസ് ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരു ഫേവറബിൾ ടേംസിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയായിരുന്നു, ട്രഡീഷണൽ സെക്ടറിനെ അപേക്ഷിച്ച് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരുന്നു. ദ government in some of the LDCs have tried to improve credit facilities in the traditional sector by establishing agriculture banks and corporate credit societies and by passing unusual laws. അതായത് ഈ ഗവൺമെന്റ്, അതായത് ഈ ലോ ഡെവലപ്ഡ് കൺട്രീസിൽ ഈ ഗവൺമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാക്കി അവരെന്ത് ചെയ്തു, അഗ്രികൾച്ചർ ബാങ്ക്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, യൂഷ്വലി ലോസ് ഒക്കെ അവരെന്ത് ചെയ്തു, പാസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബട്ട് ദീസ് ടെൻഡ് ടു ടേക്ക് ദി ഫോം ഓഫ് സപ്ലൈയിങ് എ ലിമിറ്റഡ് പെർസെൻറ്റേജ് ഓഫ് സബ്സിഡൈസ്ഡ് ലോൺസ് ത്രൂ ദി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, സം ഹൈലി ഫേവർഡ് മോഡൽ വില്ലേജസ്. All these has led to malallocation of resources between the modern and the traditional sector and to obstructions of the developed of an integrated domestic capital market in the LDCs. അതായത് ഇത് എന്തിലേക്ക് കാരണമായി, മാലൊലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഏതൊക്കെ മോഡേണും ട്രഡീഷണൽ സെക്ടേഴ്സും തമ്മിൽ ഒരു മാലൊലോക്കേഷൻ ഓഫ് റിസോഴ്സസിലേക്ക് ഇത് കാരണമായി. അതുപോലെ തന്നെ എന്താണ്, ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് LDCSലെ ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് ഇത് ഒബ്സ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തു. വിത്ത് ദി മുനിസിപ്പാലിറ്റി ഓഫ് ഗവൺമെന്റ് കൺട്രോൾസ് ദി ഫ്രീ മാർക്കറ്റ് ഫോർ ക്രെഡിറ്റ് ഹാസ് ഡെവലപ്ഡ് ഇൻ ടു ദി ബ്ലാക്ക് മാർക്കറ്റ്. അതായത് ഗവൺമെന്റ് കൺട്രോൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ മാർക്കറ്റ് ഫോർ ക്രെഡിറ്റ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിൽ. ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ along with overvalued exchange rates have led to speculative flight of capital abroad. ഈ ഒരു ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ എന്ത് ചെയ്തിട്ട്, ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ അതായത് ഓവർ വാല്യൂഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് എന്തിന് കാരണം, ഒരു സ്പെക്കുലേറ്റീവ് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ എബ്രോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കൺട്രീസ് വിച്ച് ഹാവ് ടു ട്രൈഡ് ടു സ്റ്റോപ്പ് ദിസ്, ഈ ഒരു കൺട്രീസ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദ ക്യാപിറ്റൽ ഫണ്ട്സ് ഹാവ് ബീൻ ചാനലൈസ്ഡ് ഇൻ ടു ദി പർച്ചേസ് ഓഫ് ഗോൾഡ്, ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻടു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്. അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ചാനലൈസ് ചെയ്ത് എന്ത്, പർച്ചേസ് ഓഫ് ഗോൾഡ്, അതുപോലെ തന്നെ ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ചീപ്പ് മണി പോളിസി വിച്ച് ഓഫേഴ്സ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു ദി ഹോൾഡേഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസ്. അതായത് ഈ ഒരു എന്താ പറയാ
അതായത് ഈ ഒരു ചീപ്പ് മണി പോളിസി അല്ലെങ്കിൽ മണി പോളിസി എന്ത് ഓഫർ ചെയ്തു ലോ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഈ ഹോൾഡേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട്സ് ഒക്കെ എന്ത് ചെയ്തിട്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഈ ഒരു ചീപ്പ് മണി പോളിസി എന്ത് ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിന് കാരണമായി ഒരു എഫക്റ്റീവ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്രോത്തിന് ഇത് വഴിതെളിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് കൺട്രോൾ ഓവർ ദി സ്കേഴ്സ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഹാവ് ആൾസോ റിഫേർട്ടഡ് ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് ഇൻ ദി LDCs. അതായത് ഈ LDCSലെ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിന്റെ ഗ്രോത്തിന് ഈ സ്കേഴ്സ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് കൺട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്, തടസ്സം നിന്നിട്ടുണ്ട്. ദീസ് കൺട്രോൾസ് ഫേവർ ദി ലാർജ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ആൻഡ് ബാങ്ക്സ്. പക്ഷെ ഇത് ഫേവർ ആയിരുന്നു ആയിരിക്കും ലാർജ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിനും അതുപോലെ തന്നെ ബാങ്ക്സിനും. ദേ ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ദി സ്മാൾ ബോറോവേഴ്സ് ആൻഡ് ദി മണി ലെൻഡേഴ്സ് ഹു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദി small borrowers. The government believes that capital funds invested only in durable capital goods and modern machinery are productive, while those invested in financing agriculture and trading activities are unproductive. അതായത് എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു അതായത് ഈ മണി ലെൻഡേഴ്സും അതുപോലെ തന്നെ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സ്മാൾ ബോറോവേഴ്സും തമ്മിൽ. അതുപോലെ തന്നെ ഗവൺമെന്റ് ബിലീവ് ചെയ്തത് എന്താണ്, ക്യാപിറ്റൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് എന്തിലായിരുന്നു, മോഡേൺ മെഷീനറിയിലും അതുപോലെ തന്നെ ഡ്യൂറബിൾ ക്യാപിറ്റൽ ഗുഡ്സിലായിരുന്നു. പക്ഷെ എന്താണ് ഫിനാൻസ് അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലും അഗ്രികൾച്ചറിലും ഫിനാൻസ് നടത്തുക എന്ന് പറയുന്നത് എന്തായിരുന്നു, അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നാണ് ഗവൺമെന്റ് ബിലീവ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു മിന്റ്, ദ എഫേർട്സ് മെയ്ഡ് ടു കൺട്രോൾ ദി ആക്ടിവിറ്റീസ് ഓഫ് സം ലെൻഡേഴ്സ് ആൻഡ് ടു പ്രൊവൈഡ് ചീപ്പ് ആൻഡ് easy credit in the traditional sector through commercial banks and corporate credit society have failed due to. അതായത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കോർപ്പറേറ്റും അങ്ങ് ഫെയിൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രധാന റീസൺസ് എന്ന് പറയുന്നത് ദ ഹൈ ഓവർ ഹെഡ് കോസ്റ്റ് ആൻഡ് സാലറീസ് ഓഫ് ദി ഒഫീഷ്യൽ ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ റൂറൽ ഏരിയസ്. അതായത് അവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ ഒഫീഷ്യൽസ് നൽകിയിരുന്ന സാലറീസിൽ ഉണ്ടായിരുന്ന ഒരു ഹൈ ഓവർ ഹെഡ് കോസ്റ്റ് ഒക്കെയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ റെഡ് ടാപ്പിസം ഇൻ ഡീലിംഗ് വിത്ത് സ്മാൾ ബോറോവേഴ്സ് അക്കോർഡിംഗ് ടു ദി റിജിഡ് റൂൾസ് ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദി ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ്. അതായത് ലാക്ക് ഓഫ് കോർഡിനേഷൻ, അതായത് ഹെഡ് ഓഫീസും ബ്രാഞ്ചസും തമ്മിലുള്ള ലാക്ക് ഓഫ് കോർഡിനേഷന്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സപ്ലൈ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സബ്സിഡിയസ് ലോൺസ് ത്രൂ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സം ഫേവേർഡ് പാർട്സ് ഓഫ് ദി റൂറൽ സെക്ടേഴ്സ് ആണ്. ഇതാണ് ഇതിലുള്ള ഫെയിലുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് പ്രൊഫസർ മിത് സജസ്റ്റഡ് 2 types ഓഫ് പോളിസീസ് ടു റെഡ്യൂസ് ഫിനാൻഷ്യൽ ഡ്യുവലിസം ഇൻ ദി LDC. ഇനി എന്താ ഈ ഒരു ഫിനാൻഷ്യൽ ഡ്യുവലിസം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 തരത്തിലുള്ള പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുന്നത് മിന്റ് സജസ്റ്റ് 2 types ഓഫ് പോളിസീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, സച്ച് കൺട്രീസ് ഷുഡ് റൈസ് ദി ഒഫീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദയർ ഓർഗനൈസ്ഡ് ക്രെഡിറ്റ് മാർക്കറ്റ് ഹൈ ഇനഫ് ടു റിഫ്ലക്ട് ദയർ എക്സിസ്റ്റിംഗ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. ദിസ് could encourage the growth of integrated domestic capital market which can effectively attract some savings from within the country and from abroad. It could also help to equate the available supply of saving to the demand for loans, including the demand for funds by the money lenders to be returned to the unorganized credit market. അതായത് ഈ ഒരു കൺട്രീസിലെ ഒഫീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസ്ഡ് ക്രെഡിറ്റ് മാർക്കറ്റിൽ അതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു, ഓർഗനൈസ്ഡ് ക്രെഡിറ്റ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ത് ചെയ്യാൻ റൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ഇത് വിത്തിൻ ദി കൺട്രിയിലും അതുപോലെ എബ്രോഡിലും എഫക്റ്റീവ്ലി ആയിട്ട് സേവിങ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ഇറ്റ് കുഡ് ആൾസോ ഹെൽപ്പ് ടു ഇക്വേറ്റ് ദി അവൈലബിൾ സപ്ലൈ ഓഫ് സേവിംഗ് ടു ദി ഡിമാൻഡ് ഫോർ ലോൺസ് ഇൻക്ലൂഡിംഗ് ദി ഡിമാൻഡ് ഫോർ ഫണ്ട്സ് ബൈ ദി മണി ലെൻഡേഴ്സ് ടു റിട്ടേൺ ടു ദി അൺഓർഗനൈസ്ഡ് ക്രെഡിറ്റ് മാർക്കറ്റ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വേറ്റ് ചെയ്യാൻ അവൈലബിൾ സപ്ലൈ ഓഫ് സേവിങ്സ് ഡിമാൻഡ് ഫോർ ലോൺസ് ഇക്വേറ്റ് ചെയ്യാനൊക്കെ
സാധിച്ചു എന്ന് പറയാം. അതാണ് ഫസ്റ്റത്തെ റെഡ്യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഇതാക്കിയത്. രണ്ടാമത്തെ പറയുന്നത് ടു ക്രിയേറ്റ് മോർ ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ് ഫ്രീ ആക്സസ് ഓൺ ഈക്വൽ ടേംസ് ഓഫ് ക്യാപിറ്റൽ funds should be provided both to the modern and the traditional sector. This could also reduce the malallocation of resources between the two sectors. The interest rates in the traditional sector should be reduced by providing unlimited access to credit funds on equal terms both to the cooperative and the money lenders so that they can compete to lower the interest rate for the small borrowers. രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക, അതായത് ടു ക്രിയേറ്റ് മോർ ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് കൂടുതൽ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അത് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ടേംസിൽ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തു. ഇതിലേക്ക് അതായത് മോഡേണിലും ട്രഡീഷണൽ സെക്ടേഴ്സിനും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് റെഡ്യൂസ് ചെയ്തു, അതായത് മാലോലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ ടു സെക്ടേഴ്സ്, അതായത് ഇത് ട്രഡീഷണൽ സെക്ടേഴ്സും അതുപോലെ തന്നെ എന്താ പറയാ മോഡേൺ സെക്ടറും തമ്മിലുള്ള മാൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചിട്ട് എന്ന് പറയാം. ഇതാണ് രണ്ട് പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഫസർ മിന്റ് സജസ്റ്റ് ചെയ്തത്, അതായത് ലോ ഡെവലപ്ഡ് കൺട്രീസിലെ ഫിനാൻഷ്യൽ ഡ്യൂവലിസം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.